സർ, ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരിക. 500 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം ഈ സ്ത്രീ 2000 രൂപ ആവശ്യപ്പെടുന്നു. തുടർന്ന് തർക്കമുണ്ടാകുന്നു, കൊല്ലുന്നു. കൊല്ലപ്പെടുത്തിയ ശേഷം ഇയാൾ മൃതദേഹം മറവ് ചെയ്യാനായിട്ട് പോകുമ്പോൾ മദ്യലഹരിയിൽ ഉറങ്ങിപ്പോകുന്നു. പിന്നീട് പിടിയിലാകുന്നു. ഇത് ഇന്നലെ സംഭവിച്ച കാര്യമാണ്. കോന്തുരുത്തിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് എന്തൊരു നാടാണിത്? ഈ നാട്ടിലാണ് തെരുവ് നായ്ക്കളെ കൊല്ലാൻ നമുക്ക് അവകാശമില്ലാതെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് തെരുവ് നായ്ക്കളുടെ അത്ര പോലും അവകാശം, മനുഷ്യാവകാശമില്ല. ഇതാണോ നമ്മുടെ ഭരണഘടന പറയുന്ന ഡിഗ്നിറ്റി ഓഫ് ലൈഫ്, അന്തസ്സായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്? ഷീസ് എ സെക്ഷുവൽ വർക്കർ, ഓഫ് കോഴ്സ്, മേ ബി ആയിക്കോട്ടെ. അവരെ ഇത് ചെയ്യുന്നത് അധികാര സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ടാവാം, നേട്ടങ്ങൾ കൊയ്യുന്നവരുണ്ടാവാം. അതിൻ്റെ ഒരു പ്രതിനിധിയല്ല ഈ സ്ത്രീ. അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. എത്തിപ്പെടുകയാണ് മനുഷ്യർ. ഏതൊരു സാഹചര്യത്തിൽ അങ്ങനെ എത്തിപ്പെട്ടതുപോലും. ഇപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നത് പോലെ ആത്മഹത്യക്കും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽ പാലത്തിൽ കൂടിയാണ് ആ സ്ത്രീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ ഈ ആഡംബരങ്ങളുടെ മധ്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെ ആ ഗുണനിലവാരത്തിൻ്റെ ആ മെടുക്കുകൊണ്ടും ഒക്കെ നമുക്കത് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഒക്കെ അതിനോട് അനുതാപം പുലർത്താൻ പോലും പലപ്പം പ്രയാസമാകും. ഇവിടെ നോക്കൂ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ മനുഷ്യൻ കൊല്ലുന്നു ഒരു സ്ത്രീയെ. മദ്യലഹരിയിലോ മയക്കുമരുന്നിൻ്റെ ലഹരിയിലോ ആയിരിക്കാം. ഈ ലഹരി ഉപയോഗിച്ച് കണ്ട് ആ സ്ത്രീ 500 രൂപയാണ് നേരത്തെ പറഞ്ഞതെങ്കിലും അവരെ ഒരു തരത്തിലും ഒരു മനുഷ്യ സ്ത്രീയോടും കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതകളും പീഡനങ്ങളുമായിരിക്കും അയാൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയില്ല എന്താണ്. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇത്രയൊക്കെ നീ പീഡിപ്പിച്ചില്ലേടാ, കാലമാടാ, അതുകൊണ്ട് 2000 രൂപയെങ്കിലും താടാ, ഞാൻ എൻ്റെ പിള്ളേർക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടറാ എന്നുള്ളതാണ് ആ സ്ത്രീ പറഞ്ഞത്. അവരെ ഒരിക്കലും കുറ്റക്കാരിയായിട്ട് ഞാൻ കാണുന്നില്ല. ഈ സമൂഹത്തെയാണ് കുറ്റക്കാരിയായിട്ട്. നമ്മുടെ ഈ സമൂഹം ഇത്രയും നാൾ നമ്മെ ഭരിച്ച ഗവൺമെൻറ്റുകൾക്കൊന്നും നമ്മൾ പറയുന്ന അതിദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളങ്ങ് ഉയർത്തിയെന്ന് പറയുന്നത് ഇത് അതിദാരിദ്ര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇയാളുടേതും അത് അതിദാരിദ്ര്യം, ലൈംഗിക ദാരിദ്ര്യം. മറ്റേത് ശരിയായിട്ടുള്ള ദാരിദ്ര്യം. ഇതിപ്പോൾ ഒരു അതിദാരിദ്ര്യം ഉണ്ടോ? ഒരു സ്വന്തം സ്ത്രീ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് സ്വന്തം ചാരിത്രം വിലപേശുമോ? അതിനുവേണ്ടി വിലപേശുമോ? ഇത് ഞാൻ ഇപ്പോഴൊന്നും അല്ല പ്രജിത, കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലൊരു സെക്സ് വർക്കർ, ആ വർക്കർ എവിടെയോ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുപോവാണ്, കൂട്ടിക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഓട്ടോറിക്ഷക്കാർ പലപ്പോഴും ഈ കൂട്ടിക്കൊടുപ്പുകാരായിട്ട് പെരുമാറാറുണ്ട്. അത് വലിയ ഏജൻറ്റുകളാണ്. വലിയ നഗരങ്ങളിൽ പുതുതായിട്ട് ആരെങ്കിലും വന്ന ഓട്ടോറിക്ഷ വേണ്ടി ഇങ്ങനെ ഇരിക്കും. ചോദിക്കുന്നത് അതിൻ്റെ ഒരു കോഡ് വേർഡുണ്ട്, അതിൻ്റെ കോഡുണ്ട്. സമയം എത്രയായി? അവന് സമയം അറിയാൻ കഴിഞ്ഞല്ല, അവനെ ആകർഷിക്കുകയായിട്ട് അങ്ങോട്ട് ഉണ്ട്, സാധനം തരാം എന്നുള്ള ഒരു വിളിയാണത്. അതിൽ പെട്ടുപോകുന്ന എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, പല നഗരങ്ങളിലും ഉണ്ട്, ഉപനഗരങ്ങളിലും ഒക്കെ ഉണ്ട്. അതങ്ങനെ സെക്ഷൽ വർക്കർമാരായിട്ട് തീരാനുള്ള സാഹചര്യമുള്ള ആൾക്കാരുണ്ട്. ഇനി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോയാൽ പാവപ്പെട്ട സ്ത്രീകൾ, ഒരു സൗന്ദര്യവും ഇല്ലാത്ത സ്ത്രീകൾ, പ്രായം കുറേ ആയ സ്ത്രീകളും ഒക്കെ വഴി വാ മോനെ വാ 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 എന്ന് പറഞ്ഞ് പ്രായഭേദമന്യേ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മൾ ഈ റെഡ് സ്ട്രീറ്റിനെ കുറിച്ചും കാമോട്ടിപ്പുരയെ കുറിച്ചും ഒക്കെ പറയുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇത്. നമ്മുടെ വാർത്തകൾ, നമ്മുടെ കൊടി കിട്ടിയ പത്രപ്രവർത്തകർക്ക് ഒരിക്കലും ഇത് വാർത്തയാവാറില്ല. സർ, അതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രാത്രി എനിക്ക് ഡെസ്ക് വർക്കാണ്. അപ്പോൾ ഡെസ്കിലായിരിക്കുമ്പോൾ സാറിന് അറിയാലോ, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ടൈമിലായിരിക്കും. അപ്പോൾ ഞാനൊരു 11:30 മണിക്കൊക്കെ ഞാൻ വണ്ടിക്ക് പോവുകയാണ്. അപ്പോൾ കൃത്യം ഓരോ സ്പോട്ടുണ്ട്. ഈ സ്പോട്ടിൽ മുഴുവനും ഒന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കാം, അതല്ലാത്തവരും നിൽക്കുന്നുണ്ട്. കൃത്യ സ്പോട്ടുകളാണ്. അപ്പോൾ ഓരോ ദിവസവും പോയി എനിക്ക് ഇവരെ അറിയാം. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ടാകും, ഇന്ന സ്ഥലത്ത് ഒരാൾ. അപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീയെ അപ്പുറത്ത് നിന്ന്, എനിക്ക് തോന്നുന്നു അത് ട്രാൻസ്ജെൻഡർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, നമുക്ക് വേണമെങ്കിൽ പോവുക, കാര്യം സാധിക്കുക, അതിന് പണം കൊടുക്കുക. അതിനാണല്ലോ ഇവർ നിൽക്കുന്നത്, പണത്തിന് വേണ്ടിയാണല്ലോ ഇവർ ഇറങ്ങുന്നത്. പക്ഷെ മറിച്ച് ഇയാൾ പ്രവോക്ക് ചെയ്യാണ് ഇവരെ. അപ്പുറത്തെ റോട്ടിൽ കൂടി പോയിട്ട് കേട്ടാൽ ഇറക്കുന്ന ചീത്ത ഈ സ്ത്രീയെ വിളിച്ചു പറയുകയാണ്. ഇവർ ആദ്യം, അതായത് എനിക്ക് അങ്ങനെ കേൾക്കാം ഈ പറയുന്നത്, ഇവർ തമ്മിലുള്ള വാക്കോര് എനിക്ക് കേൾക്കാം. അവസാനം ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ പാഞ്ഞടുക്കുകയാണ്. പാഞ്ഞടുത്ത് വന്ന് ഇവരുടെ അടുത്തേക്ക് ഇയാൾ പോകുന്നതും ഞാൻ പോകുന്നതും ഒരേ ഇതിലേക്ക് എത്തുകയാണ്. അപ്പൊ തട്ടിയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ വീഴില്ലേ,
അപ്പോൾ ഇപ്പുറത്തുള്ള ഞാൻ കൂടി വീഴും. ഈ സ്ത്രീ അത് കണ്ടുകൊണ്ട് മാത്രം പിന്നോട്ട് വലിഞ്ഞു. അതായത് അവരപ്പോഴും മറ്റൊരാൾക്ക് അവർക്ക് അവരുടെ ദേഷ്യം തീർക്കാമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സും ആയാലും അല്ലാത്തവരായാലും റേറ്റ് പറഞ്ഞു ഉറപ്പിക്കുന്ന നമ്മൾ ഈ പല ഭാഗങ്ങളിൽ നിന്ന് കാണാമെന്ന് പലതരത്തിൽ സാറ് പറഞ്ഞ പോലെ ഇതൊക്കെ കോഡ് ഭാഷയിലൊക്കെയാണ്. ഇവരുടെ വിചാരം നമുക്കിത് മനസ്സിലാവില്ല. അതെ അതെ. ഇനി ഞാൻ പറയാം, പത്രപ്രവർത്തനത്തിൻ്റെ രംഗത്തേക്ക് മലയാള മനോരമയുടെ വെസ്റ്റ് ഹില്ലിലാണ് അവരുടെ ഓഫീസ്. അതിൻ്റെ ഡെസ്കിലിരുന്ന് ഞങ്ങൾ വരുന്നത് അവസാനത്തെ എഡിഷൻ ക്ലോസ് ചെയ്യുന്ന അന്ന് അവിടെ 2 മണിക്കാണ്, രാത്രി വെളുപ്പാങ്കാലത്ത് 2 മണിക്ക്. MES ഹോസ്റ്റലിലാണ് താമസം, കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ. അപ്പോൾ രാത്രി ഞാൻ ഒറ്റയ്ക്ക് ആണാണല്ലോ, എനിക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. അത് നടന്നു വരും, വളരെ നന്നായി ചെറിയ പ്രായത്തിൽ. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ കാണുന്നത് അതിൻ്റെ സൈഡിൽ ചെറിയ കാടുണ്ടായിരുന്നു അന്ന്, ഇപ്പോൾ ഉണ്ടാവാൻ വഴിയില്ല. ആ കാടിൻ്റെ സമയത്ത് നിന്ന് രാത്രി 2 മണിക്ക് ഒരു സ്ത്രീ ചിരിച്ചും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങ് വരികയാണ്. സ്ത്രീ ചിരിച്ചും കൊണ്ട് ഒരു ഇര. അതിനെ സംബന്ധിച്ചിടത്തോളം ഇര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിത പ്രാരബ്ധം കൊണ്ട് അത് അങ്ങനെയായി പോകുന്നതാണ്. അങ്ങനെ ആയി നമ്മുടെ സമൂഹം അതിനെ തീർക്കുന്നതാണ്. അവരെ ഞാൻ കുറ്റം പറയാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാനവിടെ നേരിട്ട് കാണുകയുണ്ടായി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സമാന സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ആവശ്യമില്ലാത്ത സമ്മർദ്ദം കൊണ്ട് ഒരിക്കലും പ്രകൃതിദത്തമെന്ന് പറയാത്ത മാർഗങ്ങളിലൂടെയൊക്കെ പുരുഷൻ ലഹരിക്കടിമപ്പെട്ടും സ്വന്തം തന്നെ പെർവേർഷൻസ് കൊണ്ടും സ്ത്രീകളെ അന്തമറ്റ ക്രൂരതകൾക്കിരയാക്കും. അതുപോലെ എപ്പോഴും പുരുഷനാണ് കരുത്ത്. സാധാരണഗതിയിൽ എപ്പോഴും പുരുഷനാണ്. അല്ല മറ്റവർക്ക് ജിമ്മിൽ പോയിട്ട് മസിൽ പെരുപ്പിച്ചുകൊണ്ട് വരാനുള്ള കഴിവൊന്നും പണം ഉണ്ടെങ്കിൽ പിന്നെ അവർ ഈ പണിക്ക് വരണോ? പുരുഷനാണ് മേൽക്കൈ എവിടെ. അപ്പോൾ പറയുന്നതെല്ലാം കേട്ട് അല്ലെങ്കിൽ അവളെ അടിമയാക്കിക്കൊണ്ട് ചെയ്യുന്ന സെക്സ് വർക്കാണ്. സ്ത്രീയുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ശരീരമോ അതിൻ്റെ സുഖങ്ങളോ അല്ല, സ്നേഹമാണ് പ്രധാനം. ആ സ്നേഹം കൊണ്ട് അല്ല ഇത് ചെയ്യുന്നത്. അവരുടെ മക്കളെ നോക്കാൻ വേണ്ടി, കുടുംബം പറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇതിന് പ്രേരകമായിട്ട് ഇതിനു വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്ന വേലക്കാരി ആയിക്കൂടെ, അവിടെ പോയാൽ ഇതിനേക്കാൾ ഭേദമാണോ ജീവിതം? നമുക്കറിയാം. പിന്നെ ഗദാമയുടെ ജീവിതം നമ്മൾ കണ്ടു. ചാട്ടവാറ് കൊണ്ടാടി. പിള്ളേരെന്ത് പറയും? ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന വീട്ടമ്മമാരെ അടിക്കുന്നത് കാണാം. അവിടുത്തെ കുട്ടികൾക്ക് നല്ല രസമാണ്. ആ രസത്തിന് വേണ്ടി എന്ത് പറയും? അവളത് ചെയ്തു ഇത് എന്ന് പറയുന്നു. വീട്ടുടമ അവളെ ചാട്ടവാർ വെച്ച്, ഒട്ടകത്തെ അടിക്കുന്ന ചാട്ടവാർ വെച്ച് ചുട്ടടി അടിക്കും. ശരീരത്തിലെ തൊലി പറഞ്ഞ് ചോര ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് പിള്ളേർ കൈകൊട്ടും. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇതിനെ റിയാലിറ്റിയെ ഫേസ് ചെയ്യണം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ജോർജിലേക്ക് വരുമ്പോൾ സാർ, ജോർജിന്റെ ഭാര്യ അതായത് മകളുടെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പൊൻകുന്നത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയമാണ് ഇയാൾ ഈ ഒരു അവസരത്തിനായിട്ട് ഉപയോഗിച്ചത്. മാത്രമല്ല ഇയാള് അതായത് പ്രായമായവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. അതായത് ഹോം നഴ്സിന് സമാനമായിട്ട് തന്നെ ചെയ്യുന്ന ആളായിരിക്കും. ഇയാള് ഇത് കഴിഞ്ഞ് പണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരം വെള്ളമടിക്കലാണ്. മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനാണ്. അപ്പോൾ ആളുകൾ തന്നെ ഇപ്പൊ ഞെട്ടുകയാണ്. കാരണം ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയുടെ അല്ലറ ചില്ലറ തല്ലുപിടുത്തങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെങ്കിലും കൊലയാളിയായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. കൊല എന്ന് പറയുന്നത് ഒരു കുറ്റമായിട്ടായാലും സ്വീകരിച്ചിട്ടില്ല. ഈ മൃഗീയ വാസനകളാണ് ഉള്ളെടുക്കുന്നത്. കള്ളു കുടിച്ചാലും മയക്കുമരുന്ന് കഴിഞ്ഞാലും. ഒരു മൃഗത്തിനെ പോലെ പെരുമാറി മറ്റൊരു മൃഗത്തെ കൊന്നു കഴിഞ്ഞാൽ ആ മൃഗത്തിന് എന്തെങ്കിലും കുറ്റബോധം വരുമോ? അതുപോലൊരു മൃഗമായി അയാൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈസി ആയിട്ട് എത്ര കള്ളു കുടിച്ചാലും മയക്കുമരുന്ന് കുടിച്ചാലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ, ഒരു തുള്ളിയെങ്കിലും ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ, അയ്യോ വല്ലതും പറ്റിയോ ആശുപത്രിയിൽ കൊണ്ടുപോകാവുന്നൊരു സ്നേഹം. ആ സ്നേഹമല്ലേ സമൂഹത്തിൻ്റെ ഇഴപാകുന്നത്, സമൂഹത്തിൻ്റെ ഇഴ നിലനിർത്തുന്നത്. ആ സ്നേഹം പോലും വറ്റിപ്പോയിരിക്കുന്നു നമ്മുടെ ഈ സമൂഹത്തിൽ എന്നുള്ളതാണ്. മറ്റേത് ഞാൻ ഇനി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ താമസിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ താമസിച്ചിരുന്നപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന, സത്യം പറയാമല്ലോ, ഞങ്ങൾ താമസിച്ചിരുന്ന വീട്, കുറേ മലയാളികളെല്ലാം കൂടെ ചേർന്ന് താമസിച്ചിരുന്ന ഒരു വീട്. ആ വീടെന്ന് പറയാൻ അതിൻ്റെ താഴത്തെ നിലയിൽ ഈ പരിപാടിയാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയതല്ല, ഈ പരിപാടിയാണ് നടക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ട്രക്ക് ഡ്രൈവർമാരും ഒക്കെ അവർ നല്ല ആരോഗ്യമുള്ള പഞ്ചാബികൾ, താടിയൊക്കെ വെച്ച് തലപ്പാവും വെച്ച ആൾക്കാർ പലപ്പോഴും താഴെ നിന്ന് നിലവിളികളൊക്കെ കാണും. എന്താണെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ അങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞ കാവൽക്കാർ നിൽക്കുകയാണ്. അങ്ങനെ പണം ഉണ്ടാക്കിയ അതിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് ഓണർ, ലാൻഡ് ലോഡ് എന്ന് പറയുന്നത്, ഹൗസ് ഓണർ എന്ന് പറയുന്നത് ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ
സ്ത്രീകളെ വിറ്റുണ്ടാക്കുന്ന പണം, സ്ത്രീ തന്നെയാണ് ഇതിൻ്റെ ഈ സ്ത്രീകളോടുള്ള ക്രൂരതയ്ക്ക് പിന്നിൽ. അവർ വിറ്റുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ വീടുണ്ടാക്കി ആ വരുമാനം കൊണ്ടും ജീവിക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കിപ്പോൾ മറ്റൊരു രാജ്യം, തെലുങ്ക് സംസാരിക്കുന്ന സ്ഥലമാണ്, ഞങ്ങൾക്കറിയില്ല ഇതിങ്ങനെയായിരുന്നു എന്ന്. അങ്ങനെ സുബ്ബമ്മ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്, ഇനി പറയാമല്ലോ, അവരിപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ആ സ്ത്രീയുടെ കീഴിൽ ഇത് നടക്കുമ്പോൾ താഴെ ഞരങ്ങലുകളും തേങ്ങലുകളും വലിയ കരച്ചിലുകളും. കാരണം സാഡിസ്റ്റുകളായിട്ടാണ് ഈ സെക്സ് വർക്കിൽ ആണുങ്ങൾ പലപ്പോഴും ഏർപ്പെടാറുള്ളത്. ഇണയുടെ സൗകര്യങ്ങളോ താല്പര്യങ്ങളോ അതിനോടൊരു സ്നേഹം പോലും, ഒരു സ്നേഹത്തിൻ്റെ ഒരു തുള്ളി പോലും ഇല്ലാതെയാണ് ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു മൃഗീയമായിട്ടുള്ള ഒരു അക്രമമാണ്. ഈ കള്ള് കുടിച്ച ആൾക്കും അത് തന്നെയാണ്. ഒരാളെ കൊന്നിട്ടു ഒന്നുമല്ല, സെക്സ് വർക്ക് പോലെ എന്തോ ഒരു കാര്യമായിട്ട് അയാൾ കണക്കാക്കിയിട്ടുള്ളൂ. സുന്ദരമായ ഒരു ഫോട്ടോ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ ശവത്തിനടുകെ ഇരുന്ന് മദ്യലഹരിയിൽ ഇങ്ങനെ ആസ്വദിച്ചൊരു സുന്ദരമായിട്ട് ചാക്ക് ലഭിക്കാൻ വെളുപ്പിന് അയാളുടെ അന്വേഷണം. ഒരാൾക്ക് പോകാൻ കഴിയുന്ന വീതിയിലുള്ള ഒരു വഴി മാത്രമാണ് ഇയാളുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. ഇയാളുടെ വീട്ടിൽ 2 മുറികൾ അതിഥി തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ കേൾക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരു വീഴ്ച, ഒരു വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അവർ വിചാരിക്കാൻ മറ്റെന്തെങ്കിലും വീണതായിരിക്കാം. ഇങ്ങനെ ഒരു സാധ്യത ഇവരും കണക്ക് കൂട്ടുന്നില്ല. കാരണം കുടുംബമായി ജീവിക്കുന്ന ഒരു വീടാണല്ലോ. അപ്പൊ സ്വാഭാവികമായും അവരും അതിഥി തൊഴിലാളികൾ വിചാരിക്കുന്നത് മറ്റെന്തെങ്കിലും വീണതായിരിക്കാം. ഈ ഒരു സാധ്യത ഉണ്ടെങ്കിലല്ലേ അവർക്ക് അപകടം മണക്കുകയുള്ളൂ. അപ്പൊ അതുമില്ല. ഇയാളെ മൃതദേഹത്തിന്റെ കഴുത്തില് കയർ കെട്ടിവലിച്ച് കൊണ്ടുപോകാനും ഒക്കെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ചാക്കിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ ക്രൂരൻ മദ്യലഹരിയിൽ ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവൻ അയാൾ എത്ര വില കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ്. വലിച്ചുകൊണ്ട് പോകാനും മറ്റേ പ്രവൃത്തിയിൽ ഏർപ്പെടാനും ഒക്കെയുള്ള ബോധവനുണ്ടായിരുന്നല്ലോ. ആ സ്ത്രീ മരിച്ചൊരു സ്ത്രീയാണെന്ന് തലയിലേക്ക് ഒരു തീവ്രവാദിയെ പോലെ തന്നെയാണ്. മസ്തിഷ്ക പ്രക്ഷാളനം, സ്ത്രീയുടെ ജീവന് വിലയില്ലെന്ന് വിചാരിക്കുന്ന, മറ്റു മതക്കാരുടെ ജീവന് വിലയില്ലെന്ന് വിചാരിക്കുന്ന തീവ്രവാദികളുടെ മനസ്സാണ് അവനുള്ളത്. അങ്ങനെയുള്ള ധാരാളം ആണുങ്ങളുണ്ട്, നമ്മളിപ്പോൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. വീടുകൾക്കുള്ളിലും കൊണ്ടിത് സെക്സ് വർക്കിനല്ലാതെ വീടുകളിലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ ഒരു രാഷ്ട്രീയ നേതാവിനെ പിടിച്ചത്. ശരീരം മുഴുവൻ അവൻ്റെ കുത്തലേറ്റ് ചോരയൊലിപ്പിച്ചുകൊണ്ട് സ്ത്രീ പരാതി പലരും പരാതി പറയാൻ പേടിച്ച് വീട്ടിനകത്ത് മമ്മെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. ധാരാളം ഉദാഹരണങ്ങൾ ഇപ്പോഴും നമ്മുടെ അങ്ങ് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ നമ്മൾ ലോകത്തിൽ വികസിത രാജ്യമായി മാറുമെന്ന് പറയുന്ന ഈ രാജ്യത്ത് നടത്തുന്നുണ്ട്. വികസിത രാജ്യങ്ങളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ആ സ്ത്രീയുടെ വിമോചനമെന്നും പറഞ്ഞ് കുറേ പേര് ടി വിയിൽ വന്നിരുന്ന് ചർച്ചകളിൽ ഏർപ്പെടുന്നതല്ലാതെ ഇത്തരം പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളവർ അപൂർവം മാത്രമാണ്. അതിലൊരാളായിരുന്നു തൃശ്ശൂരിലുള്ള കെ വേണുവിൻ്റെ ഭാര്യ. ഒരു ചെറു പുഞ്ചിരി വെട്ടം അവരുടെ ചുറ്റുപാടിൽ ഉണ്ടാക്കാനെങ്കിലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കെ വേണുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുന്നിടത്ത് നിന്ന് അവരിപ്പോൾ ഇല്ല, ഭാര്യയെ അനുസ്മരിക്കുന്നിടത്ത് അത് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാനും അറിയുന്നത് അവരിങ്ങനെയുള്ള പുരുഷന്മാരുടെ കാരണത്താടി കൊടുത്തുകൊണ്ട് അവരെ മര്യാദയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചത് സ്ത്രീയാണ്. ചരിത്രത്തിലെ ഒരു നായികയൊന്നുമല്ല, അറിയപ്പെടുന്ന ആളുമല്ല, പേര് പോലും ഞാൻ മറന്നുപോയി. ഓർക്കുന്നത് ജയശ്രീ എന്നാണ് അവരുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ വേണു മാഷ് ക്ഷമിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.